റിപ്പോർട്ട് ബ്രേക്കിംഗ്. കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകളെ പിന്തുണച്ച മുസ്ലിം ലീഗ്. ചർച്ചകൾ യുഡിഎഫിന് ഗുണം ചെയ്യുമെന്നും ലീഗിന്റെ അഭിപ്രായം ശരിയായ വേദിയിൽ പറയുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗ് നേതൃത്വത്തിന് താൽപര്യം രമേശ് ചെന്നിത്തലയോടാണെന്നാണ് സൂചന. സാമുദായിക സംഘടനകളെ കൂടെ നിർത്താനുള്ള ചെന്നിത്തലയുടെ നീക്കങ്ങൾ ഫലപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് വേണ്ട വിധം പരിഗണിച്ചില്ല എന്നും ലീഗിന് പരാതിയുണ്ട്. ചെന്നിത്തലയുടെ നീക്കം നേട്ടമാക്കുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. ഇപ്പോൾ സംസ്ഥാനത്ത് യു.ഡി.എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട്. അടുത്തത് യു.ഡി.എഫ് ആണ് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വരും. പക്ഷേ കോൺഗ്രസ് സമയമാകുമ്പോൾ ഒരു നേതാവിനെ നിശ്ചയിച്ച് മുന്നോട്ട് പോയിക്കോളും. അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓപ്പൺ ചർച്ചകളൊക്കെ സർവ്വസാധാരണയാണ്. ലീഗിന് അഭിപ്രായമൊക്കെ ഉണ്ട്. ലീഗിന് അഭിപ്രായം പറയേണ്ട സമയത്തേ പറയുള്ളൂ. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, എന്താണ് അപ്പോൾ ലീഗിന്റെ മനസ്സിലിപ്പോൾ? യഥാർത്ഥത്തിൽ നേതൃമാറ്റ ചർച്ചകൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവിൽ ഒരുമിച്ച് ഊന്നുന്നുണ്ടോ ലീഗ്? സ്മൃതി, നേതൃമാറ്റ ചർച്ചകൾ ഗുണകരമാണ്, അല്ലെങ്കിൽ സ്വാഭാവികമാണ് എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ പോലും അത് കോൺഗ്രസിനകത്തൊരു വിഭാഗീയത സൃഷ്ടിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലൊരു ചേരിപ്പോരിലേക്കോ പോകുന്നതിന് അത്ര ഗുണകരമായി ലീഗ് കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുറത്തങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു തർക്കത്തിലേക്ക് പോകരുത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള നേതാക്കളുടെ തർക്കം എന്നുള്ള രീതിയിലേക്കൊന്നും അത് മാറരുത് എന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് പോകുന്നതിൽ ലീഗിന് അതൃപ്തിയുമുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ നടക്കുന്ന സാമുദായിക വിഭാഗങ്ങളെ കൂടെ കൂട്ടിയുള്ള നീക്കങ്ങൾക്ക് അതിന് ലീഗിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് SNDP ആണെങ്കിലും NSS ആണെങ്കിലും ഈ കോൺഗ്രസുമായി പലപ്പോഴും അകന്നു നിന്നവരടക്കം തീർച്ചയായും കോൺഗ്രസിനൊപ്പം വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് യു.ഡി.എഫിന് മൊത്തത്തിൽ ഗുണം ചെയ്യും. അടുത്ത തവണയുള്ള അധികാരത്തിലേക്ക്, അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ യു.ഡി.എഫ് അധികാരത്തിലെത്തണമെങ്കിൽ അത്തരം പിന്തുണ കൂടി വേണം എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതിന് രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണമായും ലീഗിൻ്റെ പിന്തുണയുണ്ട്. മാത്രമല്ല വി.ഡി. സതീശനേക്കാൾ ഉപരിയായി മുസ്ലിം ലീഗിനെ പരിഗണിക്കുന്ന ഒരു നേതാവായി ലീഗ് വിലയിരുത്തുന്നത് അത് രമേശ് ചെന്നിത്തലയെ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പല സംഭവ വികാസങ്ങളിലായി, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ കോൺഗ്രസ് നേതൃതല ചർച്ചകളൊക്കെ തന്നെ ലീഗിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ലീഗിനുണ്ട്. അവസാനം പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴടക്കം ലീഗിനെ കൃത്യമായി അറിയിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ കൂടെ കൂട്ടുന്നതിനുമൊക്കെ ലീഗിനെ കൃത്യമായി പരിഗണിച്ചില്ല എന്നുള്ളൊരു വലിയ അതൃപ്തി ലീഗിനുണ്ട്. ഈ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല അത്തരത്തിൽ നേതൃതലത്തിലേക്ക് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിക്കുക. എന്നാൽ അതേസമയം തന്നെ പണ്ട് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ കെ.എം. മാണിയും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള ത്രയങ്ങൾ സ്വീകരിച്ചിരുന്ന സാമുദായിക സമവാക്യങ്ങൾ നിലനിർത്താൻ യു.ഡി.എഫിനൊപ്പം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്ന ശ്രമങ്ങൾ അത്തരമൊരു ശ്രേണിപരമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ള വിമർശനം ലീഗിനുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിൽ നിന്നും അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശബ്ദം ഈ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താനുള്ള ശബ്ദം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലീഗ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ചെന്നിത്തല NSSനെയും SNDPയും കൂടെ നിർത്തുമ്പോൾ പോലും ക്രൈസ്തവ സഭകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ള കാര്യത്തിൽ ലീഗിന് സംശയങ്ങളുണ്ട്. എന്നാൽ അത് വി.ഡി. സതീശനോട് കുറച്ചുകൂടി നേടിയെടുക്കാമെന്നുള്ള വിലയിരുത്തലും ലീഗിനുണ്ട്. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട മുൻപത്തെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വി.ഡി. സതീശൻ നടത്തിയ പരസ്യ പ്രസ്താവനയിൽ ലീഗിലെ പല നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുമുണ്ട്. കഴിഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലടക്കം അത് വലിയ തോതിൽ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തിരുന്നു. എന്നാൽ വി.ഡി. സതീശനുമായി വ്യക്തിബന്ധം പുലർത്തുന്ന നേതാക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിലുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളോട് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന നേതാക്കളാണ് എന്നുള്ളതാണ്. സ്മൃതി.